തമിഴിലും മലയാളത്തിലും ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് സീത. സീത മലയാളത്തിൽ ആദ്യമായി വന്നത് കൂടണയും കാറ്റ് എന്ന IV ശശി ചിത്രത്തിൽ. റഹ്മാനായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. മലയാളത്തിലേക്ക് സീത വരുമ്പോൾ തമിഴിൽ അവർ പ്രശസ്തയായി കഴിഞ്ഞിരുന്നു. കാർത്തിക് അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ ജോഡിയായി സീത അഭിനയിച്ചു. സീതയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കാനും സീത തയ്യാറായിരുന്നു. പാർത്ഥിപൻ ആദ്യമായി നായകനായ പുതിയ പാതൈ എന്ന ചിത്രത്തിൽ സീതയായിരുന്നു നായിക. ഈ ചിത്രത്തോടെ പാർത്ഥിപനും സീതയും തമ്മിൽ പ്രണയത്തിലായി. ഇരുവരും വിവാഹം കഴിച്ചു. മാതൃകാ ദമ്പതികളായി ഇവർ കുറച്ചു കാലം ജീവിച്ചു. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞ വാർത്തയാണ് തമിഴ് സിനിമാ ലോകം കേട്ടത്. പാർത്ഥിപനും സീതയും രണ്ട് ധ്രുവങ്ങളിലായി മാറി. പാർത്ഥിപനുമായി വിവാഹം കഴിച്ച ശേഷം സീത കുറേ കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തി. തമിഴിൽ അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിൽ മധ്യവയസ്കയുടെ വേഷങ്ങളിൽ എത്തി സീത. തന്മാത്രയിൽ മോഹൻലാലിൻ്റെ നായികമാരിൽ ഒരാളായി. വിനോദയാത്രയിൽ മുകേഷിൻ്റെ നായികയായി. മൈ ബോസിൽ ദിലീപിൻ്റെ അമ്മയായി. അങ്ങനെ സീത മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ. വല്ലാത്ത വശ്യതയാണ് ഈ നടിയുടെ മുഖത്ത്. തമിഴ് സിനിമ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരിയായ നടിമാരിൽ ഒരാളാണ് സീത എന്നതിൽ തർക്കമില്ല. സീതയ്ക്ക് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. അത് മലയാള സിനിമയിൽ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കൂടണയും കാറ്റിനു ശേഷം സീത അഭിനയിച്ച മലയാള സിനിമയായിരുന്നു മാസ്റ്റർ പ്ലാൻ. ശങ്കറായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. കുമാർ മഹാദേവൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം 1991 പുറത്തിറങ്ങിയത്. അടിമുടി സെക്സ് നിറഞ്ഞ ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഗ്ലാമർ വേഷം ചെയ്യണമെന്ന് സംവിധായകൻ കുമാർ മഹാദേവൻ സീതയോട് പറഞ്ഞിരുന്നു. കോൾ ഷീറ്റിൽ സീത അത് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, നല്ല പ്രതിഫലമാണ് സീതയ്ക്ക് ഈ ചിത്രത്തിൽ സംവിധായകൻ കൊടുത്തത്. ഗ്ലാമർ വേഷം ചെയ്യണമെന്നേ സീതയോട് പറഞ്ഞുള്ളൂ. പക്ഷേ മാറിടങ്ങൾ കാണിക്കണമെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ഒരു വിരൂപനാണ്. അദ്ദേഹം നിരവധി സ്ത്രീകളെ വശീകരിച്ച് ക്രൂരമായി ലൈംഗിക വീഴ്ച നടത്തി കൊല്ലുന്നു. അതിലൊരു സ്ത്രീയായിട്ടാണ് ഷീലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നത്. ഷീല ആ ചിത്രത്തിൽ നിറമാറിടങ്ങൾ കാട്ടി അഭിനയിച്ചു. സീതയ്ക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു ആ ചിത്രത്തിൽ. മാസ്റ്റർ പ്ലാൻ അക്കാലത്ത് ബി സെൻറ്ററുകളിൽ ബി ക്ലാസ്സിലും C ക്ലാസ്സിലും വലിയ വിജയം നേടിയ ചിത്രമാണ്. ശങ്കർ പോലീസ് ഓഫീസറായി അഭിനയിച്ച ചിത്രം. ക്ലൈമാക്സിൽ വില്ലനെ ശങ്കർ വെടിവെച്ച് കൊല്ലുന്നു ഈ ചിത്രത്തിൽ. ബി ക്ലാസ്സിലും C ക്ലാസ്സിലും ചിത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അന്ന് സെൻസർ ബോർഡിൻ്റെ കത്രിക ഈ ചിത്രത്തിന് നേരെ നീണ്ടില്ല എന്നതും ശ്രദ്ധേയം. അനിവാര്യമായ സെക്സ് രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നതെന്ന് സെൻസർ ബോർഡ് കണ്ടെത്തി. മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രം പിന്നീട് പല പ്രാവശ്യം തിയേറ്ററുകളിൽ എത്തി. തിരുവനന്തപുരത്ത് സെൻട്രൽ തിയേറ്റർ, ശ്രീബാല തിയേറ്റർ എന്നിവ സെക്സ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളായിരുന്നു. ഈ തിയേറ്ററുകളിലൊക്കെ മാസ്റ്റർ പ്ലാൻ പല പ്രാവശ്യം പ്രദർശിപ്പിച്ചു. സീതയുടെ നഗ്ന രംഗം കാണാൻ അല്ലെങ്കിൽ രതിരംഗം കാണാൻ പ്രേക്ഷകർ ഇരച്ചെത്തി ഈ തിയേറ്ററുകളിൽ. 25 ദിവസം വരെയാണ് ശ്രീബാല തിയേറ്ററിൽ മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്തപ്പോൾ ഓടിയത്. സെൻട്രൽ തിയേറ്ററിലും അതുപോലെ തന്നെ നല്ല കളക്ഷൻ നേടിയെടുത്തു ചിത്രം.
പക്ഷേ സീത മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമായിരിക്കും മാസ്റ്റർ പ്ലാൻ. ശങ്കറും മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് ഇത്. ശങ്കർ പിന്നീട് ഒരു അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞത്, തനിക്ക് അക്കാലത്ത് വേഷങ്ങൾ കുറഞ്ഞിരുന്നു. മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രവുമായി കുമാർ മഹാദേവൻ സമീപിക്കുമ്പോൾ അതൊരു ക്രൈം ത്രില്ലർ ആകും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ രതിരംഗങ്ങൾ കുത്തി നിറച്ച ചിത്രമാണ് അതെന്ന് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ കഥാപാത്രം രതിരംഗങ്ങളിൽ ഇല്ലെങ്കിലും രതിരംഗങ്ങൾ സമൃദ്ധമായ ചിത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ചിത്രം ഹിറ്റായെങ്കിലും എനിക്ക് വലിയ പ്രയോജനം നൽകിയില്ല. മാത്രമല്ല, ശങ്കറിനെ തേടി പിന്നീട് ഇതുപോലുള്ള സിനിമകൾ എത്തുകയും ശങ്കർ നിരസിക്കുകയും ചെയ്തു. മധുരം എന്നൊരു ചിത്രം കൂടി ശങ്കർ ഇതുപോലെ അഭിനയിക്കേണ്ടി വന്നു. അതും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിൽ ചാർമിളയായിരുന്നു നായിക. ചാർമിളയും ശങ്കറും രതിരംഗങ്ങളിലൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും അതിൽ ചാർമിളി, തമിഴ് നടിയായ ചാർമിളി, ഹേമ, രേഷ്മ തുടങ്ങിയ നടിമാർ ഉണ്ടായിരുന്നു. രേഷ്മയുടെ രതിരംഗങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു മധുരം. ശങ്കർ നോക്കുകുത്തിയായ നായകനായി മാറേണ്ടി വന്നു ആ ചിത്രത്തിൽ. അങ്ങനെ പാവപ്പെട്ട ശങ്കറിനും അബദ്ധം പറ്റി, പാവപ്പെട്ട സീതയ്ക്കും അബദ്ധം പറ്റി മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. എന്നാൽ അതിലെ രതിരംഗങ്ങൾ ലഭ്യവും അല്ല. സീത അതിൽ അഭിനയിച്ചത് തെറ്റിദ്ധാരണയുടെ പേരിലാണ്. കാരണം ഒരു തലൈ രാഗത്തിലൂടെ തമിഴ്നാട്ടിൽ വലിയ താരമായ ശങ്കറിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത് സീതയുടെ ഒരു മോഹമായിരുന്നു. ശങ്കറിന് അക്കാലത്ത് മാർക്കറ്റ് കുറഞ്ഞ സമയമായിരുന്നു എന്നതൊന്നും സീത നോക്കിയില്ല. കാരണം ഒരു തലൈ രാഗത്തിലൂടെ ശങ്കർ തമിഴ്നാട്ടിൽ ഹരമായി മാറിയിരുന്നു. അങ്ങനെ ഒറ്റ ചിത്രം കൊണ്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച ശങ്കറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായി സീത കരുതി. അത് സീതയ്ക്ക് നിർഭാഗ്യമായി മാറുകയും ചെയ്തു. പിന്നീട് സീത മലയാളത്തിലും തമിഴിലും സെലക്ട് ചെയ്തു മാത്രമേ കഥാപാത്രങ്ങളെ സ്വീകരിച്ചുള്ളൂ. പ്രത്യേകിച്ചും മലയാള സിനിമയിൽ സീത തന്മാത്രയിലൊക്കെ മോഹൻലാലിനോടൊപ്പം മത്സരിക്കുന്ന അഭിനയമാണ് കാഴ്ചവെച്ചത്. മറ്റൊരു ചിത്രമായ വിനോദയാത്രയിൽ മുകേഷിനോടൊപ്പം ശ്രദ്ധേയമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. സീതയുടേതായ ഒരു തുരുത്തുണ്ട് ഇപ്പോഴും മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ. പക്ഷേ അബദ്ധം പറ്റാം ആർക്കും. അങ്ങനെ സീതയ്ക്ക് അബദ്ധം പറ്റിയ ഒരു കഥയാണ് പറയുന്നത്. മാസ്റ്റർ പ്ലാൻ എന്ന ചിത്രം സീതയുടെ നഗ്നത പകർത്താനുള്ള മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി.